ഒരു നാടൊന്നിച്ചതോടെ 7 വയസ്സുകാരൻ ജീവിതത്തിലേക്ക് തിരികെ എത്തുവാൻ ഒരുങ്ങുന്നു. അപൂർവമായ കരൾ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന നെടുങ്കണ്ടം പച്ചടി സ്വദേശിയായ അഡോണിന്റെ ചികിത്സയ്ക്കായി സഹായ സമിതിയുടെ നേതൃത്വത്തിൽ 25 ലക്ഷം രൂപ സ്വരൂപിച്ചു. 25 ദിവസം കൊണ്ടാണ് ചികിത്സയ്ക്കും തുടർ ചികിത്സകൾക്കും ആവശ്യമായ മുഴുവൻ തുകയും സമാഹരിച്ചത്. അഡോണിന്റെ ശസ്ത്രക്രിയ 27-ാം തീയതി നടക്കും. പച്ചടി ഇലവുങ്കുന്നൻ സിനോയയുടെയും അനുമോളുടെയും മകനായ അഡോൺ എന്ന 7 വയസ്സുകാരനാണ് അപൂർവമായ കരൾ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. അഡോണിന്റെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി 25 ലക്ഷം രൂപയാണ് വേണ്ടിയിരുന്നത്. കരൾ നൽകാൻ അമ്മ തയ്യാറായിരുന്നെങ്കിലും നിർധന കുടുംബത്തിന് ഇത്രയും വലിയ തുക കണ്ടെത്താൻ പ്രയാസമായിരുന്നു. ഈ സാഹചര്യത്തിൽ നെടുങ്കണ്ടത്തെ പൊതുപ്രവർത്തകർ ചേർന്ന് അഡോൺ ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകി. ഇവരുടെ അക്ഷീണമായ പരിശ്രമത്തെ തുടർന്ന് സ്വദേശത്തെയും വിദേശത്തെയും ആളുകൾ കൈയയച്ച് സംഭാവനകൾ നൽകിയതോടെ 25 ദിവസം കൊണ്ട് 25 ലക്ഷം രൂപ സമാഹരിക്കുകയായിരുന്നു. നെടുങ്കണ്ടത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക രംഗത്തെ ആളുകൾ ഒരുമിച്ച് കൂടി മെയ് മാസം 23-ാം തീയതി അഡോൺ ചികിത്സാ സഹായ സമിതി രൂപീകരിക്കുകയുണ്ടായി. കരൾ മാറ്റിവെക്കൽ, തുടർ ചികിത്സ എന്നിവയ്ക്കായി ആണ് ഇത്രയും വലിയ തുക വേണ്ടിവരുന്നത്. നെടുങ്കണ്ടം വീണ്ടും ഒത്തുചേർന്നപ്പോൾ ചികിത്സയ്ക്ക് ആവശ്യമായ 25 ലക്ഷം രൂപ കണ്ടെത്താൻ സാധിച്ചു. സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുള്ള ആളുകളുടെ മനസ്സ് നിറഞ്ഞ സഹായം കൊണ്ടാണ് നമുക്ക് ഈ തുക സമാഹരിക്കാൻ കഴിഞ്ഞത്. അഡോണിനെ 24/6 ഹോസ്പിറ്റലിൽ വീണ്ടും അഡ്മിറ്റ് ചെയ്യുകയും 27/6 അഡോണിൻ്റെ ഓപ്പറേഷൻ നടക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന അഡോൺ 27-ാം തീയതി ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകും. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സകൾക്കും ആവശ്യമായ പണം ലഭിച്ചതോടെ ഇതിനായി ആരംഭിച്ച ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്തതായി ഭാരവാഹികൾ പറഞ്ഞു. സംഭാവന നൽകിയ എല്ലാവർക്കും ഭാരവാഹികൾ നന്ദിയും അറിയിച്ചു. നെടുങ്കണ്ടം കേന്ദ്രമായി പൊതുപ്രവർത്തകരുടെ കൂട്ടായ്മ രൂപീകരിച്ച് മുൻകാലങ്ങളിലും ഇത്തരത്തിൽ ചികിത്സാ സഹായങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ട്. ഇതുവഴി നിരവധി നിർധന കുടുംബങ്ങൾക്കാണ് ചികിത്സ ലഭ്യമാവുകയും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.